സ്വാഗതം. കാണാത്തതും കേൾക്കാത്തതും. ഇറാനിലെ ആയത്തുള്ള വാഴ്ചയെ ഇസ്രയേൽ വീഴ്ത്തുമോ? അന്തരീക്ഷത്തിലെ ഇപ്പോഴത്തെ മർമ്മരമാണ് ഈ ചോദ്യം. ഇസ്രയേൽ ബുദ്ധിപരമായ നീക്കത്തിലാണ്. ടെഹ്റാനിലെ കുലയറുക്കാതെ, മരം കുലുങ്ങാതെ കായകൾ ഓരോന്നായി വീഴ്ത്തുന്ന തന്ത്രം. അമേരിക്കയെ സംബന്ധിച്ച് ഇറാന്റെ ആണവ മിസൈൽ ശേഷി തകർക്കുക എന്നതാണ് ലക്ഷ്യം. ഇസ്രയേലിനെയോ പശ്ചിമേഷ്യയിലെ മറ്റ് മിത്രങ്ങളെയോ അമേരിക്കയെ തന്നെയോ അപകടപ്പെടുത്തുന്നതൊന്നും ചെയ്യാൻ ഇറാന് സാധ്യത ഉണ്ടാകരുത്. അത് സാധിച്ചു എന്ന് പൂർണ്ണ ബോധ്യമാകുമ്പോൾ യുദ്ധം നിർത്താൻ ട്രംപിന് മനസ്സാകും. എന്നാൽ ഇസ്രയേലിന് ആയത്തുള്ള മതഭരണകൂടത്തിന്റെ തകർച്ച നിർബന്ധം. കാരണം ഇസ്രയേലിനെ ഇല്ലാതാക്കാനുള്ള ബദ്ധവൈര്യം, ബദ്ധലക്ഷ്യവും. ബോംബ് കൊണ്ട് മാത്രം അത് സാധ്യമാകില്ലെന്ന് ഇസ്രയേലിന് അറിയാം. ആകാശത്ത് നിന്ന് പൊരുതി ഭരണകൂടത്തെ മാറ്റില്ലെന്ന് നെതന്യാഹു തന്നെ പറയുന്നു. ഇസ്രയേൽ ലക്ഷ്യമുപേക്ഷിച്ചു എന്നല്ല അതിനർത്ഥം. കുല ഒന്നാകെ അറുത്തെടുത്താലുള്ള ഭൂകമ്പം ഇസ്രയേലിന് നന്നായി അറിയാം. അത് സൃഷ്ടിക്കുന്ന അസ്ഥിരതയും കലക്കവും രാജ്യത്തെ എവിടെ എത്തിക്കുമെന്നോ ഇറാനിയൻ ജനതയ്ക്ക് എന്ത് അനുഭവം നൽകുമെന്നോ ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ നെതന്യാഹു ലിസ്റ്റിട്ടെന്ന പോലെ പരമോന്നത നേതാവടക്കം മതഭരണകൂട നായകരെ ഓരോരുത്തരായി ഇസ്രയേൽ പറഞ്ഞയക്കുകയാണ്. പുറത്തേക്ക് മുഖം കാട്ടുന്ന മുറയ്ക്ക് ഇനിയും പലർക്കും അത് സംഭവിച്ചേക്കാം. ഇസ്രയേൽ ഇത് തുടർന്നാൽ ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ഹൂതികൾക്കും പണവും പോഷണവും നൽകി ഇസ്രയേലിനെ ദ്രോഹിച്ച മതഭരണകൂട നിരയെ ചരിത്രം മൂടും. ഈ നിരയുടെ മനോഭാവം ഉണ്ടെങ്കിലും ഇതുവരെ നേരിട്ട് ദ്രോഹത്തിൽ പങ്കില്ലാത്തവരാകും അവശേഷിക്കുക. ചുരുക്കത്തിൽ ഒറ്റ തിരിച്ചുള്ള നീക്കത്തിലൂടെ മതഭരണകൂടത്തിന്റെ സ്റ്റേ വയറുകൾ ഓരോന്നായി ഇസ്രയേൽ പിഴുതുകളയുകയാണ്. ഇറാനിലെ ജനങ്ങളുടെ പുതിയ പ്രക്ഷോഭത്തിന് അന്തരീക്ഷം സജ്ജമാകുന്നതായി ഇസ്രയേൽ കരുതുന്നതിന് സൂചനകളുണ്ട്. നീക്കം ചെയ്യാനോ ഒത്തുതീർപ്പിനെ വഴക്കാനോ ജനങ്ങൾ അപ്പോൾ ശക്തി ആർജിക്കുമെന്നും പരാജയപ്പെടുന്ന പ്രക്ഷോഭത്തിൽ രക്തസാക്ഷികളാകാൻ ഇറാനിലെ സ്വതന്ത്രദ്രാഹികളായ ജനങ്ങളെയോ നേതാക്കളെയോ വിട്ടുകൊടുക്കാതെ ഭരണകൂട വീഴ്ച ഉറപ്പിക്കണമെന്നത് ഇസ്രായേലിന്റെ ലക്ഷ്യം. അതിന് തക്കവിധം പ്രക്ഷോഭ ജ്വാല അണയാതെ അവരുടെ ഉള്ളിലുണ്ടെന്നതിൽ സംശയമില്ല. സ്വാതന്ത്ര്യ നീക്കത്തെ അടിച്ചമർത്തിയതു മാത്രമല്ല, അവരുടെ രോഷം ജ്വലിപ്പിക്കുന്നത് ഭീകര ലക്ഷ്യങ്ങൾക്കും ആധിപത്യ മോഹങ്ങൾക്കും പ്രതികാര നിർവഹണത്തിനും വേണ്ടുന്ന ആയുധ പദ്ധതികൾക്കായി രാജ്യത്തിന്റെ വൻ സമ്പത്ത് ദൂർത്തടിച്ചതിന്റെ, അതുവഴി രാജ്യത്തെ സാമ്പത്തിക തകർച്ചയിലേക്ക് തള്ളിവിട്ടതിന്റെ ഇരകളാണവർ. സാമ്പത്തിക പ്രതിസന്ധിക്കെതിരെ തുടങ്ങിയ പ്രക്ഷോഭം അടിച്ചമർത്തപ്പെട്ടെങ്കിലും ചോദ്യം ചാട്ടുളിയുടെ മൂർച്ചയോടെ ജനങ്ങളുടെ ഉള്ളിലുണ്ട്. ഗേഷമിലെ ഗൂഢ മിസൈൽ സിറ്റിയും ഗാർഗ് ദ്വീപിലെ സന്നാഹങ്ങളും ഭൂഗർഭത്തിലെ വൻ ആണവ നിലയങ്ങളും സജ്ജമാക്കാൻ ബഹുസഹസ്ര കോടി ഡോളർ ചെലവിട്ട ഇറാൻ അതിനുവേണ്ടിയാണ് രാജ്യത്തിന്റെ എണ്ണ സമ്പത്ത് ദൂർത്തടിച്ചതെന്ന് ലോകം കണ്ടു കഴിഞ്ഞു. ജനങ്ങൾക്ക് വേണ്ടി ചെലവിടേണ്ട പണം രാഷ്ട്ര നിർമ്മാണത്തിന് പകരം സംഹാരത്തിന് ഉപയോഗിച്ച ക്രിമിനൽ വാഴ്ച. പാലസ്തീൻ ജനതയ്ക്ക് ലഭിക്കേണ്ട സഹസ്ര കോടികൾ ദൂർത്തടിച്ച് ഗാസയിൽ 500 കിലോമീറ്ററോളം തുരങ്കമുണ്ടാക്കി സ്വയം സംരക്ഷിക്കാൻ നോക്കിയിട്ടും ഒടുങ്ങിപ്പോയ ഹമാസ് തീവ്രവാദികൾ ചെയ്തതിന് സമാനമാണ് ആയത്തുള്ള ഭരണകൂടം ചെയ്തത് എന്ന് വന്നിരിക്കുന്നു. എന്തു നേടി എന്ന ഹമാസിനോടുള്ള ചോദ്യം തന്നെയാണ് ഇറാനിലെ ആയത്തുള്ള മതഭരണകൂടവും നേരിടേണ്ടി വരിക. ജനങ്ങളെ ഇതുവരെ അടിച്ചമർത്തി എന്നതുകൊണ്ട് ആ ചോദ്യങ്ങൾ അമർന്നിട്ടില്ല. യുദ്ധം അവസാനിക്കുമെന്ന് നെതന്യാഹുവും പറയുമ്പോൾ ഇറാനിലെ ജനതയെ പാതി വഴിക്ക് അവർ ഉപേക്ഷിക്കുമെന്ന് കരുതുക പ്രയാസം. എങ്കിലും എന്ത് സംഭവിക്കുമെന്ന് ബാഹ്യലോകത്തിന് ഇപ്പോഴും വ്യക്തമല്ല. അതറിയാനുള്ള കാത്തിരിപ്പ് എത്ര നീളുമെന്നും. യുദ്ധം വിഷമിപ്പിക്കുന്നു, അവസാനിക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു. പക്ഷേ യുദ്ധാന്ത്യം സംബന്ധിച്ച് എന്താണ് പ്രതീക്ഷ? പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലും ശക്തിബന്ധങ്ങളിലും തിരിച്ചുപോക്കില്ലാത്ത മാറ്റമുണ്ടാക്കിയേ യുദ്ധം തീരൂ. തീർക്കൂ എന്നാണ് ഇപ്പോഴും സാഹചര്യങ്ങളുടെ സൂചന.
സംഘർഷം പെരുക്കാത്ത വിധം ട്രംപ് പ്രസ്താവന നടത്തുമ്പോഴും ഒരു നാൾ കൊണ്ട് യുദ്ധം തീരുമെന്ന തോന്നലിന് സാധുതയില്ല. പുറമെയുള്ളതാകട്ടെ ഇറാൻ കൂടുതൽ ഒറ്റപ്പെടുന്നതിൻ്റെയും ഇസ്ലാമിക രാജ്യങ്ങൾ ഇറാനെ തള്ളിപ്പറയുന്നതിൻ്റെയും കാഴ്ച. യുദ്ധം വൈകാതെ അവസാനിക്കുമെന്നും എന്നാൽ ചിലതൊക്കെ ചെയ്യാതെ യുദ്ധം പെട്ടെന്ന് തീരില്ലെന്നും പരസ്പര വിരുദ്ധമെന്ന പോലെ ട്രംപ് പറഞ്ഞതിൻ്റെ അർത്ഥവും ഇറാന്റെ നിലപാടും ഇപ്പോഴും സൂചനകളാണ്. സംഘർഷങ്ങളെല്ലാം അമേരിക്കയ്ക്ക് എണ്ണപ്പാടം കൈക്കലാക്കാനുള്ള ലാക്കാണെന്ന സിദ്ധാന്തം ഏതുറക്കത്തിലും പറയുന്ന ചിലരുണ്ട്. ഇറാനെതിരെ ആക്രമണം തുടങ്ങിയപ്പോഴും അതുതന്നെ അവർ പറഞ്ഞു. അമേരിക്കയുടെ താല്പര്യങ്ങൾ രഹസ്യമല്ല എങ്കിലും ഇത്തരം സിദ്ധാന്തക്കാരും ഇറാൻ അനുകൂലികളും പറയുന്നതിന് വിരുദ്ധമാണ് ഇസ്ലാമിക രാജ്യങ്ങളുടെ തന്നെ ഇപ്പോഴത്തെ പരസ്യമായ നിലപാട്. എന്തുകൊണ്ടെന്ന് വ്യക്തമാണ്. ഇറാനിലെ ഷിയ മത ഭരണകൂടം തങ്ങളുടെ ക്രോധമനുസരിച്ച് ലോകത്തോട് തങ്ങളടക്കം ആരോടും എന്തു ചെയ്യുമെന്ന് അവർക്ക് ബോധ്യമായി. ഈ ദിവസങ്ങളിലെ പ്രതികാരമുറ്റിയ ഭ്രാന്തൻ ആക്രമണം കൊണ്ട് ഇറാൻ അത് ഉറപ്പിച്ചു. ഹോർമൂസിലെ തമ്മാടിത്തവും ഗൾഫ് രാജ്യങ്ങളിലെ സൈനികേതരമായ പൊതുവിഭവ കേന്ദ്രങ്ങളെ ബോധപൂർവം ആക്രമിച്ചു തകർത്ത ക്രിമിനൽ മനസ്സും ലോകത്തിനെ അതുതന്നെ കാട്ടിത്തന്നു. ഇറാനെ ഷിയ മതാധിപത്യ പ്രവണതയും പ്രതികാരദാഹവും ഇസ്രയേൽ വിരുദ്ധതയും സംഹാര ചിന്തയും അല്ലാതെ മറ്റൊരു അജണ്ടയുമില്ലെന്ന്. ഇറാനെ ഇസ്രയേൽ ആക്രമിച്ചിട്ടല്ല, അവരെ ഇല്ലാതാക്കാൻ ഇത്രയും കാലം ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഹൂതികളെയും ഇറാൻ പോറ്റിയത്. ഇപ്പോഴിതാ ലോകത്തെയും ഇറാൻ വെല്ലുവിളിക്കുകയാണ്. ഹോർമൂസ് അന്താരാഷ്ട്ര കപ്പൽപാത അടയ്ക്കാൻ ഇറാന് നിയമപരമായ അവകാശമില്ല. എന്നിട്ടും മൈനും മിസൈലും ഉപയോഗിച്ച് ഭീഷണിയാൽ ലോകത്തിന് മുഴുവനുമുള്ള എണ്ണ നീക്കം വിലക്കുന്നു. കടൽപ്പരപ്പിലെ വേല പോലെ ഗൾഫ് രാജ്യങ്ങൾക്കെതിരായ ആക്രമണവും അതേ മട്ടിൽ. ചൈനയുടെ യുവാൻ നാണ്യം ഉപയോഗിച്ചുള്ള എണ്ണ നീക്കം മാത്രം ഇറാൻ അനുവദിക്കുമെന്ന പ്രചാരണം ശരിയെങ്കിൽ ഗുണ്ടാപിരിവിന് സമം. എല്ലാവർക്കും അവകാശപ്പെട്ട പാതയിലൂടെ ആയത്തുള്ള ഭരണകൂടത്തിന്റെ തന്നിഷ്ടത്തിന് വഴങ്ങുന്നവർക്ക് മാത്രം നീങ്ങാം എന്ന അവസ്ഥ. ജനാധിപത്യത്തിന് ഇടം നൽകാത്ത രണ്ട് ഭരണകൂടങ്ങളുടെ ഒന്നിപ്പ്. സംഹാര ചിന്ത പ്രയോഗിച്ചാൽ ഇറാന്റെ എണ്ണക്കപ്പലിൽ ഒന്നുപോലും ഹോർമുസ് കടക്കില്ലെന്ന് വരുത്താൻ അമേരിക്കയ്ക്ക് കഴിയില്ലെന്നുണ്ടോ? ട്രംപ് ലോകത്തിന്റെ ക്ലേശത്തെ ഭയക്കുന്നു, അത് ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നു എന്നതുകൊണ്ടല്ലെങ്കിൽ ഹോർമുസ് പാത ഇറാന്റെ മുമ്പിലും കൊട്ടി അടയ്ക്കപ്പെട്ടേനെ. ഇറാന്റെ എണ്ണക്കപ്പലുകളും തകർക്കപ്പെട്ടേനെ. ഇസ്രായേലിനെ ഇല്ലായ്മ ചെയ്യാൻ പ്രതിജ്ഞയെടുക്കുക, ദ്രോഹിക്കാൻ ഭീകര പകരക്കൂട്ടങ്ങളെ നിയോഗിക്കുക, മറുപടി കനത്ത പ്രഹരമായി കിട്ടുമ്പോൾ തിരിച്ചടിക്കും, ഓരോ തുള്ളി ചോരയ്ക്കും പകരം ചോദിക്കും എന്ന് നിരന്തരം ഭീഷണി മുഴക്കുക. ഇതല്ലാതെ ഇറാൻ ഭരണകൂടത്തിന് സ്വന്തം പൗരർക്ക് വേണ്ടി എന്ത് പദ്ധതിയാണുള്ളതെന്ന ചോദ്യം ശക്തമാണ്. ഈ ഭീഷണി പോലും കമ്മ്യൂണിസ്റ്റ് നാവുകളിൽ നിന്ന് വരാറുള്ള അതേ വാക്കുകളാണെന്നത് ശ്രദ്ധേയം. ഇത്തരം നിഷേധ സംഹാര നടപടികളും സ്വന്തം പൗരർക്കെതിരായ കുരുതിയുമല്ലാതെ ലോകത്തോട് വിളംബരം ചെയ്യാൻ ആയത്തുള്ള ഭരണകൂടത്തിന് മറ്റൊന്നുമില്ല. ആരാണ് യുദ്ധം നിർത്തേണ്ടത് എന്ന ചോദ്യം ഇപ്പോൾ കൂടുതൽ തീക്ഷ്ണവും പ്രസക്തവുമാണ്. തുടങ്ങിവെച്ച അമേരിക്ക ഇസ്രായേൽ കൂട്ടുകെട്ടാണ് അത് ചെയ്യേണ്ടതെന്ന് ഒരു പക്ഷം പഴിച്ചു പറയുന്നു. യുദ്ധാന്ത്യം തങ്ങളാണ് തീരുമാനിക്കുകയെന്ന് ഇറാനും അവരുടെ വമ്പിനെ ശരിവെച്ച് വേറെ പലരും ഉറക്കെ ഭാവിക്കുന്നു. ഇറാൻ ചിലത് ചെയ്യാൻ തയ്യാറാകുമ്പോഴേ യുദ്ധം നിർത്തുകയുള്ളൂ എന്നതാണ് US ഇസ്രായേൽ നീക്കങ്ങളിൽ നിന്ന് ലോകത്തിന് ലഭിക്കുന്ന സൂചന. ഇറാന്റെ ആണവശേഷി തകർത്തു എന്ന് ട്രംപ് പറയുമ്പോഴും എപ്പിക് ഫ്യൂറി അടങ്ങിയിട്ടില്ല. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ഉടനെ അവസാനിക്കുമെന്ന് കരുതിയവർ മുമ്പ് തന്നെ അബദ്ധ ലോകത്തായിരുന്നു. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി അവസാനിപ്പിക്കാൻ അമേരിക്കയും ഇസ്രയേലും നിർദ്ദേശിച്ച ത്രിവിധ ഉപാധികൾ നിലവിലുണ്ട്. ആ ഉപാധികൾ കേൾക്കുമ്പോൾ പിടികിട്ടും ഇറാൻ വഴങ്ങാനോ US ഇസ്രയേലും ഉടനെ പിൻവാങ്ങാനോ എത്രത്തോളം സാധ്യതയുണ്ടെന്ന്. ഒന്ന്, ഇറാന് ആണവായുധ ശേഷി പാടില്ല. ഇനി യുറേനിയം സമ്പുഷ്ടീകരിക്കരുത്, സംഭരിച്ചു കൂട്ടരുത്.
ഇറാന്റെ എല്ലാ ആണവ സൈനിക സ്ഥാനങ്ങളും പരിശോധിക്കാൻ ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിക്ക് പ്രവേശനം വേണം. ഇറാന്റെ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ ശേഷിയും അവയുടെ നിർമ്മാണവും ഉപേക്ഷിക്കണം. 2, ആക്രമണത്തിൽ പങ്കുചേർന്ന ഹിസ്ബുള്ള പോലുള്ള പ്രാദേശിക പകരക്കൂട്ടങ്ങളെ മേലാൽ പിന്തുണയ്ക്കുകയോ സഹായിക്കുകയോ ചെയ്യരുത്. ഇറാനിലെ മതഭരണ നേതൃത്വം മാറുകയോ അങ്ങേയറ്റം സഹകരിക്കാൻ സന്നദ്ധമാകുകയോ വേണം. എന്ന് വെച്ചാൽ വൈദേശിക നിരീക്ഷണം അനുവദിക്കുക, പ്രാദേശിക ആധിപത്യമോഹം കൈയൊഴുകുക എന്ന ഒത്തുതീർപ്പിനെ പുതിയ നേതൃത്വം വഴങ്ങണം, ഫലത്തിൽ കീഴടങ്ങണം. 3, സംഘർഷത്തിന് ഇറാൻ അയവ് വരുത്തണം. തിരിച്ചടി എന്ന പേരിൽ ഖത്തറിലെയും സൗദിയിലെയും എണ്ണവാതക സംവിധാനങ്ങളെയും ഗൾഫ് മേഖലയിലെ അടിസ്ഥാന ഘടന സൗകര്യങ്ങളെയും ആക്രമിച്ചുകൂടാ. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം തടയുന്ന വിധം ഹോർമുസ് കടലിടുക്ക് അടയ്ക്കാൻ പാടില്ല. ഇതുവരെയും ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സർവ്വതിനും വിരുദ്ധമായ ഉപാധികൾ കേൾക്കുമ്പോൾ തന്നെ നെറ്റിച്ചുളിയും. ഇവയെല്ലാം ഇറാൻ അംഗീകരിക്കുമെന്ന് തൽക്കാലം ആരും കരുതില്ല. അതിനർത്ഥം എന്താണ്? ഇറാൻ ഭ്രാന്തമായ ആക്രമണങ്ങൾ തുടരുമെന്നും ഇറാന്റെ നേതൃത്വത്തെ ഞെരിച്ചമർത്തിയിട്ടേ മറുപക്ഷം പ്രഹരം അവസാനിപ്പിക്കുകയും എന്നുമല്ലാതെ വേറൊരു സാധ്യത ചിന്തിക്കാനില്ല. നമുക്കറിയാത്തത് ഇതിനകം ഇറാന് ലഭിച്ചു കഴിഞ്ഞ പ്രഹരത്തിന്റെ കാഠിന്യമാണ്. ആക്രമിച്ചാൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങളെല്ലാം ഭയപ്പെട്ട് ഇറാന്റെ ഒപ്പം കൂടുമെന്ന ധാരണ ഇറാന് ഉണ്ടായിരുന്നോ എന്നറിയില്ല. എന്തായാലും ഇപ്പോഴാ ധാരണ കാണാൻ ഇടയില്ല. ആ നിലയ്ക്ക് ടെഹ്റാനെ ഇപ്പോൾ ഭരിക്കുന്നത് സർവസംഹാര ചിന്ത മാത്രമാണോ എന്ന് സംശയിക്കേണ്ടി വരും. ഇറാനെ ഉദ്ദേശിച്ച് സർപ്പത്തിന്റെ തലയറക്കണമെന്നും അതിനായി ഇറാനെ കഠിനമായി പ്രഹരിക്കണമെന്നും അമേരിക്കയോട് ആവശ്യപ്പെട്ടാണ് സൗദി അറേബ്യയുടെ മുൻ രാജാവ് ലോകത്തോട് വിട പറഞ്ഞത്. കിരീടാവകാശി മകൻ MBS എന്നറിയപ്പെടുന്ന മുഹമ്മദ് ബിൻ സുൽത്താനും സർപ്പത്തെ തിരിച്ചറിയുന്ന സൗദി ഭരണാധികാരിയാണ്. ഇറാനെ കൂടുതൽ കഠിനമായി പ്രഹരിക്കാൻ MBSഉം അമേരിക്കയെ പിന്തുണയ്ക്കുന്നു. കൂടാതെ സൗദിക്ക് പുറത്തുള്ള ഒട്ടുമിക്ക പശ്ചിമേഷ്യൻ ഭരണകൂടങ്ങളും ഇസ്രായേൽ ഇല്ലാഞ്ഞാലും അമേരിക്ക എത്തിയില്ലെങ്കിലും തങ്ങൾക്ക് ആയത്തുള്ളായുടെ ടെഹ്റാൻ ഭീഷണിയാണെന്ന് അവർക്ക് ബോധ്യമുണ്ട്. ഭരണകൂടത്തെ താഴെ ഇറക്കുന്ന വിധം ഇസ്ലാമിക വിപ്ലവം കയറ്റി അയക്കുമെന്ന ഭീതി. ഇറാൻ അനുകൂല പ്രകടനങ്ങളെ കൂടുതൽ ഇസ്ലാമിക രാജ്യങ്ങൾ തന്നെ നിരോധിക്കുന്നതിന് കാരണം മറ്റൊന്നുമല്ല. സദാം ഹുസൈന്റെ കാലത്ത് 1980-ൽ ഇറാഖ് ഇറാനെ ആക്രമിച്ചത് എണ്ണക്കൊതിയും ആധിപത്യമോഹവും കൊണ്ട് മാത്രമായിരുന്നില്ല. ആയത്തുള്ളായുടെ ഷിയ ഇസ്ലാമിക വിപ്ലവം ഇറാഖിലേക്ക് പടർന്ന് സുന്നി ബാത്തിസ്റ്റ് ഭരണത്തിന് വെല്ലുവിളിയാകുമെന്ന ആശങ്ക സദാമിനുണ്ടായി. അതേ ആശങ്ക ഇപ്പോഴത്തെ ഗൾഫ് ഭരണാധികാരികളുടെ ഉള്ളിലുമുണ്ട്. നയതന്ത്രത്തോടെ ഇടനിലക്കാരന്റെ ഭാഗമെടുത്തിരുന്ന ഖത്തർ മുതൽ ഒമാൻ അടക്കമുള്ള ഏത് പശ്ചിമേഷ്യൻ രാജ്യമാണ് ഇപ്പോൾ ഇറാനെ വിശ്വസിക്കുന്നത്? ഈ രാജ്യങ്ങളെ പോലെ മുസ്ലിം ബ്രദർഹുഡ് ഐഡിയോളജി തള്ളിയ ആഫ്രിക്കൻ രാജ്യമായ ഈജിപ്തും മറ്റ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളും ഇസ്രയേലിനോട് മല്ലിട്ട് സമാധാനവും സമ്പത്തും നശിപ്പിക്കാനല്ല, സ്വസ്ഥ ജീവിതം വഴി പുരോഗതി നേടാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ആ രാജ്യങ്ങൾക്ക് ഇസ്ലാമിക നിയമങ്ങളും ഇസ്ലാമിക ജീവിതവും ഉണ്ട്. പക്ഷേ ഭരണകൂടങ്ങൾക്ക് ഇസ്ലാമിക സാമ്രാജ്യത്വ ലക്ഷ്യം തൽക്കാലമില്ല. ഭരണകൂടങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. അവിടങ്ങളിലും മതതീവ്രവാദവും വേദമൗലികവാദവും ബാധിച്ച മതനേതാക്കളുണ്ട്. അവരെ ഭരണകൂടങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കുന്നില്ല. മിസൈലും ഡ്രോണും കൊണ്ട് മാത്രമല്ല, ഈ വിഭാഗത്തെ കൊണ്ടും ഇറാൻ തങ്ങളെ ദ്രോഹിക്കുമോ എന്ന ആശങ്ക ഈ ഭരണാധികാരികൾക്കുമുണ്ട്. മറ നീക്കി ഇറാനെതിരെ രംഗത്ത് വരാൻ അവരെയും ഇറാൻ നിർബന്ധിതരാക്കി എന്നതാണ് വസ്തുത. ഈ രാജ്യങ്ങളെ ഇറാൻ ആക്രമിച്ചതിനെ അപലപിച്ച ഐക്യരാഷ്ട്രസഭ ഇസ്രായേലിലെ സൈനികേതര മേഖലയിൽ ഇറാൻ ക്ലസ്റ്റർ ബോംബ് ഉപയോഗിച്ച കുറ്റത്തിനെതിരെ മൗനം പാലിച്ച വൈരുദ്ധ്യവും അറിഞ്ഞിരിക്കേണ്ടത് തന്നെ. കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച
ഇതേ സമയം.